ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിൽപ്പെട്ട തലോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു. പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാച്ചുമ്മ. ഇവരുടെ 6 മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ. അബ്ദുൽ ഖാദർ, പാത്തുമ, ഹനീഫ, ആനുമ്മ, അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ. പ്രാഥമിക വിദ്യാഭ്യാസം തലോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു. സ്കൂൾ പഠനകാലത്ത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി വൈക്കത്തെത്തി ഗാന്ധിജിയെ കാണുന്നതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഗാന്ധിജിയെ തൊട്ടുവെന്ന് പിൻകാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. വീട് വിട്ട് എറണാകുളത്ത് ചെന്ന് തീവണ്ടി കയറി കോഴിക്കോട്ടെത്തിയ ബഷീർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. 1930 കോഴിക്കോട്ട് വെച്ച് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി. ജയിലിലേറ്റ ക്രൂരമർദ്ദനത്തെക്കുറിച്ച് അദ്ദേഹം പിൻകാലത്ത് വിവരിക്കുന്നുണ്ട്. സുഹൃത്ത് സൈനുദ്ദീനുമൊത്ത് ആരംഭിച്ച ഉപജീവനം എന്ന വാരികയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ ലേഖനങ്ങൾ എഴുതി. പ്രഭ എന്ന തൂലികനാമമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. വാരിക പോലീസ് കണ്ടുകെട്ടി. ബഷീറിന് അറസ്റ്റ് വാറന്റ് വന്നു. സുഹൃത്തുക്കളുടെ നിർദ്ദേശത്തെ തുടർന്ന് തീവണ്ടി കയറി നാടുവിട്ടിയ അദ്ദേഹം വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞു നടന്നു. എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്കും, കണ്ണൂരിൽ നിന്ന് കുടകിലേക്കും, കുടകിൽ നിന്ന് ഗോവയിലേക്കും, അവിടെ നിന്ന് കോലാപ്പൂരിലേക്കും, അവിടുന്ന് പൂനെയിലേക്കും ബോംബെയിലേക്കും യാത്ര ചെയ്തു. ബോംബെ ജിദ്ദ ഹജ്ജ് കപ്പലിൽ കുറച്ചു കാലം ജോലിക്കാരനായി. ജിദ്ദയിൽ നിന്ന് ബോംബെയിൽ തിരിച്ചെത്തിയ ബഷീർ വീണ്ടും യാത്ര തുടർന്നു. ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു. പാചകക്കാരനായും മാജിക്കുകാരൻ്റെ സഹായിയായും പല ജോലികൾ ചെയ്തു. 6-7 വർഷം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും, തീവ്ര ദാരിദ്ര്യവും മനുഷ്യദുരയും നേരിട്ട് കണ്ടു. ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാം. പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച എൻ്റെ തങ്കമാണ് ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. ജോലി അന്വേഷിച്ചാണ് ബഷീർ പത്രാധിപരുടെ അടുത്തെത്തിയത്. എന്നാൽ ജോലി തരാൻ നിവൃത്തിയില്ലെന്നും കഥ എഴുതി തന്നാൽ പ്രതിഫലം തരാമെന്നുള്ള മറുപടി കേട്ട ബഷീർ ഗത്യന്തരമില്ലാതെ ഒരു കഥ എഴുതുകയായിരുന്നു. ബഷീറിൻ്റെ ആദ്യത്തെ നോവലാണ് പ്രേമലേഖനം. സാമാന്യമായ മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീറിൻ്റെ സാഹിത്യം വഴങ്ങും. വളരെ കുറച്ച് മാത്രം എഴുതിയിട്ടും ബഷീർ സാഹിത്യം മലയാളത്തിലെ ഒരു സാഹിത്യശാഖയായി മാറിയത് അദ്ദേഹത്തെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും ഭാവതീവ്രത കൊണ്ട് കരയിപ്പിക്കുകയും ചെയ്തു. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും എല്ലാം നിറഞ്ഞ ഒരു ഫാൻറ്റസി ലോകമായിരുന്നു ബഷീറിൻ്റേത്. ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തയ്ക്കോ വികാരങ്ങൾക്കോ അതുവരെ ഉണ്ടായിരുന്ന സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. സമൂഹത്തിന് നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു. അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിൻ്റെ കൃതികളെ അനശ്വരമാക്കി. ഏറെ വൈകിയാണ് ബഷീർ വിവാഹിതനായത്, 50-ാം വയസ്സിൽ. തുടർന്ന് ബേപ്പൂരിൽ താമസമാക്കി. ഫാത്തിമ ബീവിയായിരുന്നു ഭാര്യ. അനീസ്, ഷാഹിന എന്നിവരാണ് മക്കൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയും സാഹിത്യകാരിയായിരുന്നു ഫാബി ബഷീർ എന്ന ഫാത്തിമ ബീവി. പ്രേമലേഖനം, ബാല്യകാലസഖി, ഡുപ്പാപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു, ആനവാരിയും പൊന്നും കുരിശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, അങ്ങനെ ഒട്ടനവധി കൃതികൾ. അതീവ ലളിതവും എന്നാൽ ശൈലികൾ നിറഞ്ഞതുമായ അദ്ദേഹത്തിൻ്റെ രചനകൾ മലയാള വായനക്കാർക്ക് പാരായണ സുഖമുണ്ടാക്കിയിരുന്നെങ്കിലും പരിഭാഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നിരുന്നാലും ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ഡുപ്പാപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്നീ നോവലുകളെല്ലാം ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലേക്കെല്ലാം തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാർഗവീ നിലയം. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന മൂലകഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഭാർഗവീ നിലയം. ചന്ദ്രധാരയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. മധു ആയിരുന്നു നായക വേഷത്തിൽ. ബാബുരാജ് സംഗീതം നൽകി. മതിലുകൾ. ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലും സിനിമയാക്കിയിട്ടുണ്ട്. ആ ചിത്രത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അഭിനയിച്ചത് പ്രശസ്ത നടൻ മമ്മൂട്ടിയാണ്. മതിലുകളെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. സ്ത്രീ കഥാപാത്രങ്ങൾ ആരും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രമാണ് മതിലുകൾ. ഇതിൽ സ്ത്രീ സാന്നിധ്യമായി KPSC ലളിതയുടെ ശബ്ദം മാത്രമാണുള്ളത്. ബാല്യകാലസഖി. സിനിമയായി തീർന്ന ബഷീറിൻ്റെ മറ്റൊരു നോവലാണ് ബാല്യകാലസഖി. സംവിധാനം ശശികുമാർ. നിർമ്മാണം കലാലയ ഫിലിംസ്. പ്രേം നസീറാണ് മജീദായി അഭിനയിച്ചത്. ഷീലയായിരുന്നു നായിക. 2014 വീണ്ടും സിനിമയായി തീർന്ന ബാല്യകാലസഖിയിൽ നായകനായി അഭിനയിച്ചത് മമ്മൂട്ടിയാണ്.
നായിക ഇഷ തൽവാർ. പ്രമോദ് പയ്യന്നൂരാണ് ചിത്രം സംവിധാനം ചെയ്തത്. ബഷീറിൻ്റെ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ പുസ്തകമാണ് പ്രേംപാറ്റ. 1988 ഫെബ്രുവരി മുതൽ ജൂലൈ 8 വരെ മാതൃഭൂമി വാരികയിൽ ഇത് പ്രസിദ്ധീകരിച്ചിരുന്നു. ബഷീറിൻ്റെ ജീവിതകാലത്ത് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. മരണത്തിന് 6 വർഷങ്ങൾക്ക് ശേഷം പ്രേംപാറ്റ പ്രസിദ്ധീകരിച്ചു. DC ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ. പത്മശ്രീ, മുട്ടത്ത് വർക്കി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അക്ഷരങ്ങൾക്ക് മരണമില്ലാത്തിടത്തോളം കാലം ബഷീറും ജീവിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ. നന്ദി.